ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ള മാവുകളെല്ലാം കായ്ച്ചു നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാങ്ങകളെല്ലാം പറിച്ചെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. മാങ്ങകളൊന്നും പഴുത്തിട്ടില്ല, ഒക്കെ പച്ച തന്നെയാണ്. അപ്പം കുറച്ച് പറിച്ചെടുത്തിട്ട് കുറച്ച് ഉപ്പിലിട്ട് വയ്ക്കാനും പിന്നെ കുറച്ച് അച്ചാറിട്ട് വയ്ക്കാനുമാണ് ഇത് പറിക്കുന്നത്. ഈ മാവ് കണ്ടോ, ഇത് ഞാൻ നട്ട മാവാണ്. ഈ മാവിലെ മാങ്ങകളാണ് കുറച്ച് മൂപ്പായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് ഇന്ന് മാങ്ങ പറിക്കുന്നത്. അമ്മയും സുലീഷേട്ടനും കൂടി മാങ്ങയെല്ലാം പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്, എന്നാലും ഞാനും പോയി ഇടയ്ക്കൊക്കെ മാങ്ങ പെറുക്കി വെക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. മുറ്റത്ത് തന്നെ ഇങ്ങനെ മാവെല്ലാം പൂത്ത് ഇങ്ങനെ നിറയെ കായ്ച്ചു നിൽക്കുന്നത് കാണുന്നത് തന്നെ നല്ലൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞങ്ങൾ മാങ്ങയെല്ലാം പറിക്കുന്നത് നോക്കി മുറ്റത്ത് തന്നെ ഇതാ മാർക്കും നിൽക്കുന്നുണ്ട്. മുറ്റത്ത് വെച്ച് അവൻ ഓടിക്കളിക്കും. അപ്പം പിന്നെ ഞങ്ങൾക്ക് മാങ്ങയൊന്നും പറിക്കാൻ അതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റൂല, അവൻ്റെ വയ്യേക്ക് ഓടിക്കളിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവനെ ഒരു കസേരയിൽ നിർത്തിയിരിക്കുകയാണ്. മാർക്കിനെയൊക്കെ മുറ്റത്ത് കണ്ടോണ്ടായിരിക്കും അടുത്ത വീട്ടിലത്തെ പൂച്ചക്കുട്ടിയും വന്നിട്ടുണ്ട് കേട്ടോ. പൂച്ചക്കുട്ടീനെ മാർക്ക് കണ്ടോന്ന് അറിഞ്ഞൂടാ, ഇവർ ഭയങ്കര ശത്രുക്കളാണ്. ഇപ്പം മാർക്കിന് ആ പൂച്ചക്കുട്ടീനെ മണമൊക്കെ കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോൾ ഒന്നും അതിനെ ഓടിക്കാനൊന്നും പറ്റൂലല്ലോ, അവൻ കസേരയിൽ നിൽക്കല്ലേ. അപ്പം നല്ല കുട്ടിയായിട്ട് അവിടെ അടങ്ങി നിൽക്കുകയാണ്. മുറ്റത്തിൻ്റെ ഈ ഭാഗത്തും 2 മാവുകളുണ്ട്. ഇതും നിറയെ കായ്ച്ചു നിൽക്കുകയാണ്. ഞാൻ വീഡിയോയും എടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഇതാ കൊട്ടയിൽ നിന്ന് മാങ്ങയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. കൊട്ടയിൽ നിന്ന് മാങ്ങ എടുത്തു, പിന്നെ അതൊന്ന് മാർക്കിനെ കാണിക്കാൻ കൊണ്ടുപോവാണ്. മാർക്കിനെ മാങ്ങ കാണിച്ചു, അവനത് മണത്തൊക്കെ നോക്കി. അവനൊന്ന് താഴെ ഇറക്കി വെച്ചാൽ ഇതിലൂടെ എല്ലാം ഓടിക്കളിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അവൻ. മുറ്റത്ത് ഇങ്ങനെ നിറയെ മാങ്ങകൾ ഉണ്ടായിട്ടും എനിക്ക് ഇതുവരെയായിട്ടും ഒരു മാങ്ങ പോലും കുറച്ച് ഉപ്പും മുളകും എല്ലാം ചേർത്ത് കഴിക്കാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. മാങ്ങ എല്ലാം പറിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്കിതൊന്നൊരു മാങ്ങ എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പ് മുളക് എല്ലാം തിരുമ്മിയിട്ട് കഴിച്ചു നോക്കാൻ. നിങ്ങൾക്കും അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാണോ? കുറച്ച് പച്ചമാങ്ങ എടുത്തിട്ട് അതിൽ കുറച്ച് ഇഞ്ചിയും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയ പച്ചമാങ്ങ ജ്യൂസ് കുടിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വെറും ടേസ്റ്റ് മാത്രമല്ല, ഇത് ശരീരത്തിന് കൂളായൊരു ഡ്രിങ്ക് കൂടിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും കൊടുക്കണേ. കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.